ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രൊജക്റ്റ് ഒരു അർഡിനോ ബോർഡ്, അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ച് പിക്ടോബ്ലോക്സ് സോഫ്റ്റ്വെയറിൽ എങ്ങനെ ഒരു അർഡിനോ ഡ്രംസ് സെറ്റ് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ എടുക്കുന്നത് സോഫ്റ്റ്വെയർ പിക്ടോബ്ലോക്സ് സോഫ്റ്റ്വെയർ ആണ്. ഇതാണ് നമ്മൾ ഈ പ്രൊജക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഹാർഡ്വെയർ സെറ്റപ്പ്. ഇതിൽ ഒരു അൾട്രാസോണിക് സെൻസറും ഒരു അർഡിനോ യൂനോ ബോർഡുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അൾട്രാസോണിക് സെൻസറിന്റെ VCC പിന്ന് അർഡിനോ ബോർഡിന്റെ 5 വോൾട്ടിലേക്കും സെൻസറിന്റെ ഗ്രൗണ്ട് പിന്ന് അർഡിനോ ബോർഡിന്റെ ഗ്രൗണ്ടിലേക്കും കണക്ട് ചെയ്തു. സെൻസറിന്റെ ട്രിഗർ പിന്ന് അർഡിനോ ബോർഡിലെ പിൻ 7ലേക്കും എക്കോ പിൻ 8ലേക്കും കണക്ട് ചെയ്തു. ഇതാണ് ഇതിന്റെ ഹാർഡ്വെയർ സെറ്റപ്പ്. ഇനി നമുക്ക് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പിക്ടോബ്ലോക്സിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ഇവിടെ നമ്മൾ സ്റ്റേജ് മോഡിലാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. ബോർഡ് കണക്ട് ചെയ്യുക. അതിനുശേഷം സോഫ്റ്റ്വെയറിൽ നമുക്ക് ബോർഡ് സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങൾ അർഡിനോ യൂനോ ഉപയോഗിച്ചാണ് പ്രൊജക്റ്റ് ചെയ്യുന്നതെങ്കിൽ അർഡിനോ യൂനോ സെലക്ട് ചെയ്യുക. ഞാനിവിടെ അർഡിനോ നാനോ ആണ് ഉപയോഗിക്കുന്നത്. അർഡിനോ യൂനോ ആണെങ്കിലും അർഡിനോ നാനോ ആണെങ്കിലും നിങ്ങൾക്ക് ഈ പ്രൊജക്റ്റ് ഏത് ബോർഡ് വേണമെങ്കിലും ചെയ്യാൻ പറ്റും. ഞാൻ ഇവിടെ നാനോ സെലക്ട് ചെയ്യുന്നു. ബോർഡ് സെലക്ട് ചെയ്തതിനു ശേഷം ബോർഡ് കണക്ട് ചെയ്തിരിക്കുന്ന USB പോർട്ട്, സീരിയൽ പോർട്ട് സെലക്ട് ചെയ്യുക. നമ്മുടെ പിൻ 9ലേക്ക് കമ്മ്യൂണിക്കേഷൻ പോർട്ട് 9ലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ 9 സെലക്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയോടെ അറിയാൻ പറ്റും ഇവിടെ ബോർഡ് കണക്ട് ആയിട്ടുണ്ട്. കണക്ട് ചെയ്ത സിമ്പൽ ഇവിടെ കാണാൻ പറ്റും. നമ്മളിവിടെ സ്റ്റേജ് മോഡിലാണ് പ്രോഗ്രാം ചെയ്യുന്നത്. ആദ്യം നമുക്ക് അപ്ലോഡ് ഫേംവെയർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമ്മളുള്ളത് സ്റ്റേജ് മോഡിലാണ്. ഇനി നമ്മളിവിടെ പ്രോഗ്രാം പ്രൊജക്റ്റ് വർക്ക് ചെയ്യുന്നത് പറയുന്നത് അൾട്രാസോണിക്കിൽ നിന്നുള്ള ഡിസ്റ്റൻസ് നമ്മൾ മെഷർ ചെയ്യും. ആ ഡിസ്റ്റൻസിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ പല ഡ്രംസിന്റെ ട്യൂണിന്റെ സൗണ്ട് ക്രിയേറ്റ് ചെയ്യും. അതിനുവേണ്ടി നമുക്കിവിടെ അങ്ങനെ ഡ്രംസിന്റെ സൗണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ആഡ് എക്സ്റ്റൻഷൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിനുശേഷം മ്യൂസിക് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ അറിയാൻ പറ്റും മ്യൂസിക് എന്നുള്ള ഓപ്ഷനിൽ ഇത്രയും ഓപ്ഷൻസ് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഇതിനകത്ത് വരുന്ന ഓരോ സൗണ്ടും ഒന്ന് ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ബാസ് ഡ്രം എന്നുള്ള ഓപ്ഷൻ ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തു. ഇതാണ് ബാസ് ഡ്രം എന്ന് വരുന്ന സൗണ്ട്. ഓക്കെ, അടുത്തതായിട്ട് നമ്മൾ പിന്നെ ഉപയോഗിക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് സ്നെയർ ഡ്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അതിലെ സൗണ്ട് ഒന്ന് കേട്ട് നോക്കാം. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സൗണ്ട് എന്ന് പറയുന്നത് ഓപ്പൺ ഹൈ ഹാറ്റ്, ക്ലോസ്ഡ് ഹൈ ഹാറ്റ്, ക്രാഷ് സിമ്പിൾ. ഇത്രയാണ് നമ്മളിവിടെ ഈ പ്രൊജക്റ്റിന് ഉപയോഗിക്കുന്ന സൗണ്ട്. ഇനിയും ഒത്തിരി സൗണ്ടുകളുണ്ട്. നമ്മൾ ഇത്ര ഉപയോഗിച്ചാണ് ഈ പ്രൊജക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം ഇവൻറ്റ്സ് എന്നുള്ള ഓപ്ഷനിൽ വെൻ ക്ലിക്ക് സെലക്ട് ചെയ്തു. കൺട്രോളിൽ ഫോർ എവർ എന്നുള്ളൊരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം വേരിയബിൾസിൽ മേക്ക് എ വേരിയബിൾ. ഇവിടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നുണ്ട് അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ച്.
ആ ഡിസ്റ്റൻസ് സ്റ്റോർ ചെയ്യാനായിട്ടൊരു വേരിയബിൾ, ഡിസ്റ്റൻസ് ഡാറ്റ ടൈപ്പ് നമ്പർ ആണ്, ഡിസ്റ്റൻസ് എന്ന് പറയുന്ന വേരിയബിൾ ക്രിയേറ്റ് ചെയ്തു. നമ്മളിവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൾട്രാസോണിക് സെൻസർ ഉപയോഗിച്ച് ഡിസ്റ്റൻസ് ഇങ്ങനെ മെഷർ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഡിസ്റ്റൻസിന് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെക്കുകയാണെങ്കിൽ ആ ഡിസ്റ്റൻസിന് നമ്മളൊരു സൗണ്ട് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ആ സൗണ്ട് പ്ലേ ചെയ്യും. ഇപ്പം ഞാനൊരു 5 സെൻറ്റിമീറ്ററിനും 10 സെൻറ്റിമീറ്ററിനും ഉള്ളിൽ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തു. ആ സമയത്ത് ഈ സൗണ്ട് പ്ലേ ചെയ്യണം. അങ്ങനെ ഈ ഓരോ സൗണ്ടിനുമുള്ള ഡിസ്റ്റൻസ് നമ്മൾ പ്രോഗ്രാമിൽ റൈറ്റ് ചെയ്യും. അപ്പോൾ അതനുസരിച്ച് ആ ഡിസ്റ്റൻസിൽ ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വരുവാണെങ്കിൽ സൗണ്ട് പ്ലേ ആവുന്ന രീതിയിലാണ് നമ്മളിവിടെ പ്രോഗ്രാം ചെയ്യുന്നത്. ഇനി നമുക്ക് സെറ്റ് ഡിസ്റ്റൻസ് ടു, അതിനുശേഷം സെൻസേഴ്സിൽ നിന്ന് ഗെറ്റ് അൾട്രാസോണിക് സെൻസർ ഡിസ്റ്റൻസ്. ഇനി ഇവിടെ നമുക്ക് സെൻസറിൽ കണക്ട് ചെയ്തിരിക്കുന്ന ട്രിഗർ പിന്നും എക്കോ പിന്നും സെലക്ട് ചെയ്യണം. ട്രിഗർ നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന പിൻ 7ലേക്കും എക്കോ പിൻ 8ലേക്കുമാണ്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു. നമുക്ക് ഈ പറഞ്ഞ ഡിസ്റ്റൻസിനനുസരിച്ച് ഓരോ സൗണ്ടും സെറ്റ് ചെയ്യാം. ഇതിനു വേണ്ടി കൺട്രോളിൽ ഇഫ് ദെൻ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കൊരു വേരിയബിളും കൂടി ക്രിയേറ്റ് ചെയ്യാം. മേക്ക് എ വേരിയബിൾ, മേക്ക് എ വേരിയബിൾ. ഇവിടെ ആ വേരിയബിളിന് ഡിലേ എന്ന് പേര് കൊടുക്കും. അത് നമ്പർ ടൈപ്പാണ്. സെറ്റ് ഡിലേ ടു 0.25 ആ വാല്യൂ കൊടുത്തു. ഇനി നമുക്ക് ഓരോ ഡിസ്റ്റൻസും കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്തിട്ട് അതനുസരിച്ചുള്ള സൗണ്ട് പ്ലേ ചെയ്യാം. അതിനുവേണ്ടി ഓപ്പറേറ്റേഴ്സ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഗ്രേറ്റർ ദാൻ എന്നുള്ള ഈ ഒരു ഓപ്ഷനും ലെസ് ദാൻ എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്തു. ഓക്കെ, നമ്മൾ ആദ്യത്തെ ഈ സൗണ്ട് പ്ലേ ചെയ്യേണ്ടത് ഡിസ്റ്റൻസ് 5 സെൻറ്റിമീറ്റർ കൂടുതലും 10 സെൻറ്റിമീറ്റർ താഴെയാണെങ്കിൽ, അതായത് 6, 7, 8, 9 ഈ ഏതെങ്കിലും ഒരു, അതായത് 5നും 10നും ഇടയ്ക്ക് ഏതെങ്കിലും ഒരു പ്ലേസിലാണ് നമ്മളൊരു ഒബ്ജക്റ്റ്, ഏതെങ്കിലും ഒരു ദൂരത്തിലാണ് ഈ ഒബ്ജക്റ്റ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുന്നതെങ്കിൽ അന്നേരം നമ്മൾ ഈ ആദ്യത്തെ ഈ സൗണ്ട് പ്ലേ ചെയ്യും. ഓക്കെ, ഇവിടെ ഒരു നമുക്ക് if then എന്നുള്ളൊരു ഓപ്ഷൻ നമുക്ക് മാറ്റാം. ഈ ബ്ലോക്ക് മാറ്റിയിട്ട് കൺട്രോളിൽ if then else ആണ് ഉപയോഗിക്കേണ്ടത്. ഞാൻ ആദ്യം എടുത്തപ്പോൾ സെലക്ട് ചെയ്തത് തെറ്റിപ്പോയതാണ്. if then else, അവിടെ നമുക്കിത് പ്ലേസ് ചെയ്യാം. വേരിയബിൾസ് നിന്ന് ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ 5, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് ലെസ് ദാൻ 10. ഇങ്ങനെയാണെങ്കിൽ, അതായത് ഞാനൊരു ഏതെങ്കിലും ഒരു
ഒരു ഒബ്ജക്റ്റ് ഈ 5 സെന്റിമീറ്ററിനും 10 സെന്റിമീറ്ററിനും ഇടയിലുള്ള ഒരു സെൻസറിൽ നിന്നുള്ള ദൂരത്തിൽ വയ്ക്കുമ്പോൾ ഈ ആദ്യത്തെ സൗണ്ട് പ്ലേ ചെയ്യണം. സ്നെയർ ഡ്രം നമുക്ക് അവിടെ പ്ലേസ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ചെറിയൊരു വെയിറ്റ് ടൈം കൊടുക്കാം. ഈ വെയിറ്റ് ചെയ്യേണ്ട സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അതിന് വേണ്ടിയിട്ടൊരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ വേരിയബിൾ ഡിലേ എന്നുള്ള വേരിയബിൾ കൊടുക്കും. ഇങ്ങനെ കൊടുക്കുമ്പോൾ ഗുണം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ ഡിലേ ടൈം അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു തവണ മാറ്റി കൊടുത്താൽ മതി. അല്ലെങ്കിൽ നമ്മൾ ഈ ഓരോ ഈ സൗണ്ടിനുള്ള ഡിലേ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട്, അത് ഓരോ പ്രാവശ്യം നമ്മൾ ചേഞ്ച് ചെയ്യണം. അങ്ങനെ ചെയ്യാതെ നമ്മൾ ഈ വേരിയബിൾ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ ഇവിടെ എന്ത് വാല്യൂ നമ്മൾ കൊടുക്കുന്നു ആ ഡിലേ നമുക്ക് അതനുസരിച്ച് ഇവിടെ ഓട്ടോമാറ്റിക്കായിട്ട് ആ വാല്യൂ ഇവിടെ വരും, ഓരോ തവണയും നമ്മൾ ചേഞ്ച് ചെയ്യുന്നത്. ഇനി അടുത്ത സ്റ്റെപ്പ് ചെയ്തു വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഒന്നുകൂടി അത് പറയാം, അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം. ഇനി എൽസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇനി ഇതങ്ങനെയല്ല, അടുത്ത കണ്ടീഷൻ. അതിനു വേണ്ടി നമുക്ക് ഈ ബ്ലോക്ക് തന്നെ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യും, എന്നിട്ട് ഈ എൽസിൽ പ്ലേസ് ചെയ്യാം. ആദ്യത്തെ കണ്ടീഷൻ നോക്കി അതാണെന്ന്, ഈ കണ്ടീഷൻ ട്രൂ ആണെന്നുണ്ടെങ്കിൽ ഇത് ഈ ബ്ലോക്ക് വർക്ക് ചെയ്യും, അല്ലെങ്കിൽ എൽസ് എന്നുള്ള ബ്ലോക്കിലേക്ക് വരും. ഇതല്ല, ഈ കണ്ടീഷൻ അല്ല, 5നും 10നും ഇടയ്ക്കുള്ളൊരു ഡിസ്റ്റൻസ് അല്ല മെഷർ ചെയ്തത്, അപ്പോൾ അടുത്ത ഡിസ്റ്റൻസ് അതല്ല, ആ കണ്ടീഷൻ അല്ല എന്നുള്ളതുകൊണ്ട് ഈ ബ്ലോക്കിലോട്ട് വരും. ഇവിടെ നമ്മൾ നോക്കുമ്പോൾ 10നും 15നും ഇടയ്ക്കുള്ളൊരു ദൂരമാണോ നോക്കും. ഗ്രേറ്റർ ദാൻ 10 ലെസ് ദാൻ 50. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സൗണ്ട് ഏതാ വേണ്ടത്? നമുക്ക് വേണ്ട സൗണ്ടുകൾ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരുന്നത് പ്ലേ ഡ്രംസ് അല്ലായിരുന്നു, അത് നമുക്ക് കൂടെ കൊടുക്കാം. സ്നെയർ കൊടുത്തു. ഇനി ബാസ് ഡ്രം ആണ് വേണ്ടത്, അത് മാത്രമായിട്ട് ഡിലീറ്റ് ചെയ്യാം. സ്നെയർ, ബാസ് ഡ്രം. ഇനി ഈ ബ്ലോക്ക് നമുക്കൊരു 3 സൗണ്ടിനും കൂടി വേണം. അപ്പം നമുക്ക് ഒരു 3 കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. 1, 2, എല്ലാം കൂടി ആകെ മിക്സ് ആവുന്നുണ്ട്. ഒരു തവണയും കൂടി വേണം. 3. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് എല്ലാ ഡിസ്റ്റൻസും കറക്റ്റ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, കൺഫ്യൂഷൻ ആവണ്ട, ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഇത് ആദ്യത്തെ കണ്ടീഷൻ, 5 സെന്റിമീറ്ററിനും 10 സെന്റിമീറ്ററിനും ഇടയിലുള്ള ഒരു വാല്യൂ ആണെങ്കിൽ സ്നെയർ ഡ്രം 1, അതായത് ഈ സൗണ്ട് പ്ലേ ചെയ്തു. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ഡിസ്റ്റൻസ് ആണോ എന്ന് ചെക്ക് ചെയ്യും. 10നും 15നും ഇടയ്ക്കുള്ളതാണെങ്കിൽ രണ്ടാമത്തെ സൗണ്ട്, ബാസ് ഡ്രം ഇൻസ്ട്രുമെന്റ് സെലക്ട് ചെയ്തിരിക്കുന്നു. ഇനി അതും അല്ലെങ്കിൽ നമ്മൾ എന്ത് നോക്കണം? അപ്പോൾ 5 to 10, 10 to 15, ഇനി 15 to 20, 20 ഉള്ളൊരു വാല്യൂ, ഇതിനുള്ള ഇടയിൽ വാല്യൂ ആണെങ്കിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രുമെന്റ്
സൗണ്ട്. ഓക്കെ, നമുക്ക് ഓപ്പൺ ഹൈ ഹാറ്റ്, അതായത് അഞ്ചാമത്തെ. ആദ്യത്തെ കണ്ടീഷൻ ഇവിടെ കൊടുത്തു, അതിന്റെ എൽസ് പാർട്ട് ഇവിടെ രണ്ടാമത്തെ കണ്ടീഷൻ കൊടുത്തു. ഈ രണ്ടാമത്തെ കണ്ടീഷന്റെ എൽസ് പാർട്ടിലാണ് നമ്മൾ മൂന്നാമത്തെ കണ്ടീഷൻ. 15-20 ആണെങ്കിൽ നമ്മൾ ഏത് സൗണ്ട് കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഓപ്പൺ ഹൈ ഹാറ്റ്, അതായത് അഞ്ചാമത്തെ സൗണ്ട്. സോറി, ഇവിടെയല്ല, ഇവിടെ. 15-20 ഇനി ഇതിന്റെ എൽസ് പാർട്ട്. ഇനി ഇതുമല്ല, 15-20 അല്ല, അടുത്ത കണ്ടീഷൻ 20-25. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലോസ്ഡ് ഹൈ ഹാറ്റ്, അതായത് ആറാമത്തെ. ഇനി അതുമല്ല, ഇതിവിടെയാണ് വരുന്നത്, ഇതിന്റെ എൽസ് പാർട്ടിലാണ് വരുന്നത്. ഈ കണ്ടീഷൻ നോക്കി, ഇനി ഈ കണ്ടീഷനും അല്ലെങ്കിൽ ഒരു കണ്ടീഷൻ കൂടി നമുക്ക് ഉണ്ട്. 25-30 അതാണെങ്കിൽ നമുക്ക് ക്രാഷ് സിമ്പിൾ, നാലാമത്തെ സൗണ്ട്. ഞാൻ ഈ ജസ്റ്റ് ഇങ്ങനെ ഇവിടെ ആദ്യം എടുത്ത് വെച്ച് നിങ്ങൾക്ക് ആ സൗണ്ടൊക്കെ ഒന്ന് പ്ലേ ചെയ്ത് കേൾപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഓപ്ഷൻ സെലക്ട് ചെയ്തത്. പിന്നെ അതെല്ലാം ഡിലീറ്റ് ചെയ്ത് കളയുകയാണ്. ഇത് കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നും. നിങ്ങളൊന്ന് തന്നെ ഒന്ന് ട്രൈ ചെയ്യുമ്പോൾ നിങ്ങൾക്കത് കറക്റ്റ് കിട്ടും. ഇനി ഇതൊന്നും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമുക്ക് പ്രത്യേകിച്ച് ചെയ്യാനില്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഈ ബ്ലോക്കിൽ ഈഫ് എൽസ് ചെയ്യണമെന്നില്ല. ഇവിടെ ഈഫ് മാത്രം ആയിട്ടുള്ള ബ്ലോക്കും വേണമെങ്കിൽ കൊടുക്കാം. ഈഫ് then ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ ഈ ആ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് ആ കണ്ടീഷൻ ശരിയാണെന്നുണ്ടെങ്കിൽ ഇതിനകത്തെ ബ്ലോക്കിലെ കാര്യങ്ങൾ വർക്ക് ചെയ്യും. ഇനി അത് തെറ്റാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള എന്താണോ നമ്മൾ പ്രോഗ്രാം ബ്ലോക്കിൽ പറഞ്ഞിരിക്കുന്നത് അത് വർക്ക് ചെയ്യും. നമ്മൾ ഇത്രയും സൗണ്ട് അല്ലേ ചെക്ക് ചെയ്യുന്നുള്ളൂ. ലാസ്റ്റ് വരുമ്പോൾ നമുക്ക് ഇനി വേറെ സൗണ്ട് പ്ലേ ചെയ്യാനില്ല, നമ്മൾ ഇവിടെ ഈ ചെയ്യുന്ന പ്രോഗ്രാമിൽ. അതുകൊണ്ടാണ് ഇവിടെ ഈ മാത്രമായിട്ട് ചെയ്തിരിക്കുന്നത്. അത് നമുക്ക് ഇതിന്റെ എൽസ് പാർട്ടിലേക്ക് കൊടുക്കാം. ഓക്കെ, ഞാൻ ഒന്നുകൂടി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ആദ്യം നമ്മളിവിടെ ഇത് സ്റ്റേജ് മോഡിലാണ്. അപ്പോൾ നമ്മൾ വെൻ ക്ലിക്ക്ഡ്, ഓക്കെ, നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും എന്ത് ചെയ്യും, ഡിലേ ഒരു വാല്യൂ ഇട്ട് സെറ്റ് ചെയ്തു 0.25. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇതാണ് കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അവിടെ ഡിസ്റ്റൻസ് മെഷർ ചെയ്യും. അത് കഴിഞ്ഞ് ഡിസ്റ്റൻസ് ആദ്യം ഇതാണോ 5-നും 10-നും ഇടയ്ക്കുള്ള വാല്യൂ ആണെങ്കിൽ സ്നെയർ ഡ്രം ആയിരിക്കും പ്ലേ ചെയ്യുക സൗണ്ട്. ഇനി അതല്ല, ഈഫിന്റെ പാർട്ടിൽ എൽസിൽ അടുത്തത് നോക്കും, 10-നും 15-നും ഇടയിലുള്ള ഒരു ഡിസ്റ്റൻസ് ആണെന്നുണ്ടെങ്കിൽ ബാസ് ഡ്രം. ഇനി ഇതിന്റെ എൽസ് അതും അല്ലെങ്കിൽ ഈ ഈഫിന്റെ എൽസ് പാർട്ടിൽ 15 മുതൽ 20 വരെ, അങ്ങനെയാണെങ്കിൽ ഓപ്പൺ ഹൈ ഹാറ്റ്. ഇനി അതല്ല 20-നും 25-നും ഉള്ള വാല്യൂ ആണെങ്കിൽ ക്ലോസ്ഡ് ഹൈ ഹാറ്റ്. അതും അല്ലെങ്കിൽ 25-നും 30-നും ഇടയ്ക്കുള്ള വാല്യൂ ആണെങ്കിൽ ക്രാഷ് സിമ്പിൾ. ഇത്രയും സൗണ്ടാണ് പ്ലേ ചെയ്യുന്നത്. ഇനി ഇതിന് 30-ന് മുകളിലേക്കുള്ള ഒരു വാല്യൂ ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ സൗണ്ട് ഒന്നും പ്ലേ ചെയ്യുന്നില്ല. നമ്മളിവിടെ ഇത്രയും സൗണ്ടാണ് പ്ലേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇവിടെ ഇത്രയും ഡിസ്റ്റൻസ് ആണ് ചെക്ക് ചെയ്യുന്നുള്ളൂ. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ചെക്ക് ചെയ്യുന്ന കണ്ടീഷൻ ഇതുപോലെ എന്ത് ചെയ്യാം, കൂടുതൽ കണ്ടീഷൻ ചെക്ക് ചെയ്തിട്ട് അതിനകത്ത് കൂടുതൽ സൗണ്ട് പ്ലേസ് ചെയ്യാം. ഇപ്പം നമുക്ക് ഓക്കെ, ഇവിടെ ക്ലിക്ക് എന്നുള്ള ഇത് ക്ലിക്കായി ഓപ്ഷൻ സെലക്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് ഡിസ്റ്റൻസ് കാണാം 32, 33. അതിങ്ങനെ ചെറുതായിട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കും സെൻസറിൽ നിന്ന് വരുന്ന വാല്യൂ.
അപ്പോൾ അത് ആ പറയുന്നത് ഇപ്പോൾ കണ്ടീഷൻ കണ്ടില്ലേ, 30 താഴെ ഒരു വാല്യൂ ഇല്ല. അതുകൊണ്ടാണ് സൗണ്ട് ഒന്നും പ്ലേ ചെയ്യാത്തത്. നമുക്ക് ഇതിന്റെ വർക്കിംഗ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് കറക്റ്റ് ഐഡിയ കിട്ടും. ഇനി നമുക്കിതിൻ്റെ ഔട്ട്പുട്ട് ഒന്ന് നോക്കാം. സ്റ്റേജ് മോഡിലാണ് നമ്മളുടെ പ്രോഗ്രാം. സ്റ്റേജ് മോഡിൽ കോഡ് സ്റ്റാർട്ട് ചെയ്ത് ഇതിങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുകയാണ്. ഡിസ്റ്റൻസ് മെഷർ ചെയ്യുന്നത് കാണാം. ഡിസ്റ്റൻസ് 54ആണ്, അതായത് 30 സെൻറ്റിമീറ്ററിന് മുകളിലാണ്. അതുകൊണ്ട് എന്താ പറയുക, സൗണ്ടൊന്നും വരില്ല. 30 സെൻറ്റിമീറ്ററിന് താഴെയുള്ളൊരു സൗണ്ട്, അതായത് 5 സെൻറ്റിമീറ്ററിനും 30 സെൻറ്റിമീറ്ററിനും ഇടയിലുള്ളൊരു സൗണ്ടിൻ്റെ ഇടയിൽ ബിറ്റ്വീനൊരു ഒബ്ജക്റ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഏത് സൗണ്ടാണോ കൊടുത്തിരിക്കുന്നത് ആ സൗണ്ട് പ്ലേ ചെയ്യും. അപ്പോൾ ഞാനിവിടെ ഒരു പേന ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഒബ്ജക്റ്റായിട്ട് പ്ലേസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു സൗണ്ട് നമുക്ക് കിട്ടി. രണ്ടാമത്തെ സൗണ്ട് 3, 4, 5. ഓക്കെ, അങ്ങനെ നമ്മൾ ഓരോ ഡിസ്റ്റൻസ് അനുസരിച്ച് നമുക്ക് ഓരോ സൗണ്ട് വരും. പിന്നെ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ഡിലേ, അതായത് സൗണ്ട് പ്ലേ ചെയ്തിട്ട് എന്തൊരു സമയം വെയിറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ നമ്മൾ സ്റ്റിക്ക് കുറേ നേരം വെച്ചുകൊണ്ടിരുന്ന ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ സൗണ്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മളിവിടെ ഈ ഡിലേ ടൈം കൂട്ടി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് എത്ര പെട്ടെന്ന് ആ സ്റ്റിക്ക് എടുത്ത് മാറ്റണം എന്നുള്ളത് ഈ ഡിലേ വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഈ അപ്പോൾ 0.25 എന്ന് പറയുന്ന ഡിലേ മതി, അത് മാറ്റണ്ട, പെട്ടെന്ന് അത്രയും മാറ്റേണ്ട കാര്യമില്ല. അങ്ങനെ ഇപ്പോൾ നമുക്ക് ഡിലേ കൂട്ടണമെന്നുണ്ടെങ്കിൽ ഇത്രയും പെട്ടെന്ന് ഞാൻ ഒരു ഇത് കാണിച്ചു തരാം. കണ്ടോ, കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഈ ഡിലേ ടൈം കൂട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്യാതിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഡിലേ അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്ത് അത് മാറ്റേണ്ട കാര്യമില്ല. അപ്പോൾ നമുക്ക് ഈ ഔട്ട്പുട്ട് നോക്കുമ്പോൾ അറിയാം, അങ്ങനെ നമുക്ക് ആ ഒരു ഒബ്ജക്റ്റ് പ്ലേസ് ചെയ്തിട്ട് അത് മാറ്റാനുള്ള സമയം കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഡിസ്റ്റൻസ് തന്നെ മതി, അത് ചേഞ്ച് ചെയ്യേണ്ട. ഇൻ കേസ് ചേഞ്ച് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ ഈ ഓരോ സ്ഥലത്തും മാറ്റുന്നതിന് ഇങ്ങനെ ഡിലേ ഇങ്ങനെ ഓരോ സ്ഥലത്തും മാറ്റി കൊടുക്കുന്നതിന് പകരം ഇവിടെ മാത്രം മാറ്റിക്കഴിഞ്ഞാൽ നമുക്കത് ആ ഓരോ സ്ഥലത്തും ആ വേരിയബിളാണ് ചേഞ്ച് ചെയ്യുന്നത്. അപ്പോൾ വേരിയബിൾ ഇവിടെ വെയിറ്റ് ആയത് കൊടുത്തുകൊണ്ട് നമുക്കത് ഓരോ സ്ഥലത്തും അതിൻ്റെ എഫക്റ്റ് കിട്ടും. എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു വേരിയബിൾ ക്രിയേറ്റ് ചെയ്തത്. ഓക്കെ, ഇതാണ് എൻ്റെ ഔട്ട്പുട്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ കമൻറ്റ് സെക്ഷനിൽ മെൻഷൻ ചെയ്യുക. അതുപോലെ തന്നെ ഈ വീഡിയോ ഉപകാരപ്പെടും എന്ന് കരുതുന്ന മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിക്ടോബ്ലോക്സ് ഉപയോഗിച്ച് ആർഡിനോ പ്രോഗ്രാമിംഗ് ചെയ്യുന്നതിൻ്റെ കൂടുതൽ വീഡിയോ നമ്മളിനി ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുപോലെയുള്ള വീഡിയോ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.